പരമാർത്ഥതയോടെ ദൈവത്തെ അനുസരിച്ച് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെയും നിന്റെ തലമുറ എൻ്റെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചാൽ ഒരൈക്യരാഷ്ട്ര സംഘടനയ്ക്കും അതിനെ തൊടാനൊക്കത്തില്ല. അതാ കാര്യം. എന്നിട്ട് ദൈവം പറയുന്ന കേട്ടോ, ഞാൻ നിന്നെ കടപ്പുറത്തെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കുമെന്ന്. പ്രൈസലോ. ഭൂലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു ചെറിയ പൊട്ടുപോലെ മാത്രമുള്ള ഇസ്രായേലിനെ പ്രബലമായ രാഷ്ട്രങ്ങൾക്ക് പോലും തൊടാൻ കഴിയാതെ വണ്ണം ലോകത്തിന് മുഴുവൻ ഭാരമുള്ള കല്ലായി മാറത്തക്ക നിലയിൽ അവനെ ദൈവം നിർത്തിയതിൻ്റെ പിന്നിലുള്ള കാരണം എന്തെന്നറിയാമോ? വല്യപ്പൻ ദൈവത്തെ പരമാർത്ഥതയോട് സേവിച്ച് അവൻ ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറായതിൻ്റെ അനുഗ്രഹം അവൻ്റെ സന്തതി പരമ്പരകൾ അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്ന ദൂത്, ജീവനുള്ള ദൈവത്തെ പരമാർത്ഥതയോട് സേവിച്ച് ദൈവത്തെ അനുസരിക്കുന്ന നിന്നെ ദൈവം മറക്കുമോ?